എല്ലാവർക്കും നല്ല നമസ്കാരം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമ്മളിതാ മൺട്രോത്തുരുത്തിലാണ്. മൺട്രോത്തുരുത്ത്, കൊല്ലം. എന്തൊരു സൗണ്ട്! മൺട്രോത്തുരുത്തിലാണ്, കൊല്ലം മൺട്രോത്തുരുത്തിൽ. ഈ പാലത്തിൻ്റെ പേരെന്താ? കണ്ണങ്കാട് പാലത്തിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അവിടെ കല്ലടയാറ്റിലൂടെ ഒരു യാത്രയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നേരത്തെ ചാടി വള്ളത്തിൽ കയറിയപ്പോൾ ഉടുത്തിരുന്ന മുണ്ടും ഉടുപ്പും എല്ലാം കൂടെ തമുക്കുമൊക്കെ തന്നെ തറയിൽ വീഴുന്നത്, നനഞ്ഞു പോയി. അങ്ങനെ അതെല്ലാം കൂടെ എടുത്ത് ഉണക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നിൽക്കിറക്കം ഇട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സൗഹൃദങ്ങളെല്ലാം നല്ല നിർദ്ദേശങ്ങളും നല്ല അഭിപ്രായങ്ങളും നമ്മൾ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി. അപ്പോൾ എന്തായാലും തുടങ്ങാമല്ലേ? ജയൻചേട്ടാ ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെ കടത്തുകാരനാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങും, വൈകുന്നേരം 6 മണി വരെ. ഇവിടെ ഇപ്പോൾ പാലം ആയില്ലേ? അല്ലേ, ആയില്ല. ടെൻഡറായി കിടക്കുകയാണ്, ഉടനെ പാലാവും. അപ്പോൾ നല്ല കാഴ്ചയും നല്ല രുചിയായിട്ട് നമുക്കങ്ങ് തുടങ്ങിയാലോ. അങ്ങനെ നമ്മൾ മൺട്രോത്തുരുത്ത് എസ് വളവിൽ ഷാപ്പിലെത്തി. ഇതാണ് ഷാപ്പ്, കള്ള് ഷാപ്പ്. പിന്നെ ഇവിടെ നല്ല ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. രണ്ട് സൈഡിലാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് മൺട്രോ ഗ്രീൻ ഐലൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റ്, കള്ള് ഷാപ്പ്. ഇവിടെയും കള്ള് കിട്ടും, ഇവിടെ ഭക്ഷണവും കിട്ടും. ഭയങ്കര രസകരമായ കണ്ടൽക്കാടുകളുടെ ഏറ്റവും അടുക്കലേക്ക് ഇരിക്കുന്ന സ്ഥലമാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്സ്റ്റെയർ 2 എണ്ണം ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് ആ സ്ഥലം കണ്ടിട്ട് വരാം. അപ്പോൾ അതിൻ്റെ കൂടെ വരണേ. കണ്ട എന്തൊരു മനോഹരമായ സ്ഥലമെന്നറിയാമോ? ഇവിടെ ഭക്ഷണം കഴിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാത്രി ഭയങ്കര രസമാണ്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ വൈകുന്നേരമായി. ഇനി ഇതിൻ്റെ അപ്സ്റ്റെയർ ഉണ്ട്, നമുക്ക് അവിടെ കയറി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് സഞ്ചാരികളെല്ലാം ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ട് കണ്ട. അപ്പോൾ ഇവിടെ പിന്നെ ടൂറിസ്റ്റുകളെല്ലാം വരും. അതുവഴി ഇങ്ങനെ ബോട്ടിൽ പോകണവർ കറക്റ്റ് ഇങ്ങനെ വന്ന് ഇവിടെ പിന്നെ വള്ളം അല്ലെങ്കിൽ ബോട്ട് അടുപ്പിച്ചിട്ട് നേരെ ഒരു ജമ്പ് ഇവിടെ വരുന്നു, കള്ള് കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ മണി 5 അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ബാക്കിയുള്ള കാര്യം എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കട്ടെ. എന്തായിരുന്നാലും രാത്രി നമുക്ക് പോകാൻ പറ്റും. രാത്രി ഇതിൻ്റെ ഭയങ്കര രസകരമായ ഒരു വൈബാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇനി ഇതിനകം കാണാം, ഇതിൻ്റെ അപ്സ്റ്റെയർ കാണാം. ഇത് ഗ്രൗണ്ട്, ഒരു സ്ഥലം, നല്ല വിശാലമായ സ്ഥലം. അത് ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടൽ കാടുകൾ ഇങ്ങനെ കാണാം. അതാ കണ്ട. ഇനി ഇനി അപ്സ്റ്റെയർ ഭയങ്കര രസമാണ്. ഇതിപ്പോൾ അപ്സ്റ്റെയർ ആള് ഉള്ള സമയത്ത് ഇത് ഇവിടെ സെറ്റ് ചെയ്യും. പിന്നെ ഇത് ജൂൺ മാസമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൺട്രോത്തുരുത്ത് ഈ ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു മാസം കൂടിയാണ്. അവിടെ എന്താ നമസ്കാരം. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. പരിചയപ്പെട്ട പെണ്ണ് തിരുവനന്തപുരത്തുകാർ. അതല്ലേ ഇനി തിരുവനന്തപുരം വിളപ്പിശാലക്കാരെ. വേറെ ആരെ കണ്ടു? പേര് മിഥുൻ. എവിടെ? വട്ടിയൂർക്കാവ് എവിടെയാ? അടുത്തടുത്ത്. അവന്മാർ മൺട്രോത്തുരുത്തിൽ ബോട്ടിങ്ങിന് വന്നതാ. ഭക്ഷണം കഴിച്ചാ? അതാ അടുത്ത ഭീകര. ഇവിടെ പേര് ശിവജിത്ത്. എവിടെ? വിളപ്പിശാല. എല്ലാ അതിലൊക്കെ കാര്യം അവിടെ. ഇനി ആരുണ്ട്? ഒരാളുണ്ടല്ലേ? അക്ഷയ്. അതുകൊണ്ട് കുട്ടവഞ്ചിയിൽ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റുകളുണ്ട്. അവരിത് വഴി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇങ്ങനെ അടുപ്പിച്ച് കയറി ഇവിടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ യാത്ര. രാത്രി ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാനും ഇതിൻ്റെ ഒരു വൈബ് കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. അതാ അവിടെ ഗസ്റ്റുകൾ ഇങ്ങോട്ട് വരികയാണെന്നാണ് തോന്നുന്നത് കുട്ടവഞ്ചിയിലെ. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം എല്ലാ സൗഹൃദങ്ങൾക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്ന് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇത്തിരി ഇരുട്ടിപ്പോയി. പിന്നെ ആദ്യമേ കൂട്ടി മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഹെഡ് ക്യാപ്പ് ഇവിടെ വച്ച് വൈകുന്നേരം ഇപ്പം താക്കോൽ വെച്ച് പൂട്ടി. ബിനു എന്ന് പറഞ്ഞൊരു പയ്യനാണ് അതിൻ്റെ ആൾ. അവൻ വീട്ടിൽ പോയി. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു ഓഫ് സീസണാണ്, സീസണല്ല.
ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒക്കെ ഏതാണ്ട് പോകും. പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 1 അല്ല 2 പേരാണ്. ഇതാണ്ട ബിന്ദു ചേച്ചി, മിനി ചേച്ചി വച്ചു കൊടുക്കി. അതുകൊണ്ട് ഹെഡ് ക്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ച് ചെയ്തോളാം. ഹെഡ് ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും പറഞ്ഞു കളയരുതേ. കാര്യം ആ അലമാര പൂട്ടിയിട്ട് പോയി. കാര്യം ഇവർക്ക് ഇനി വീട്ടിൽ പോകണം. ഇവർ വീട്ടിലോട്ട് എത്തിയ സമയത്താണ് ഞാൻ വന്നു എന്ന് പറഞ്ഞ് ഉടനെ തിരിച്ച് ഓടി വന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് നമ്മുടെ സൗഹൃദങ്ങൾ ഈ ഒരു കാര്യത്തിൽ ക്ഷമിക്കണം. കാര്യം ഇത് മൺട്രോത്തുരുത്ത് ഒരു ഒറ്റപ്പെട്ട ഒരു വലിയ ഐലൻഡാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇമാതിരി സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ചുറ്റുമലയോ അങ്ങനെയുള്ള ടൗൺ പ്രദേശത്ത് പോകണം. അതുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് വീട്ടിൽ പോകണം. അവിടെ ചേട്ടൻ എന്ത് ചെയ്യണേ? മേശിരിപ്പണി. മക്കള് ഒരു മോളുണ്ട്. എന്ത് ചെയ്യണേ? ഐ.ടി. ഏത് ട്രേഡ്? പിന്നെ ബി.എൻ.സി. ബി.എൻ.സി എന്ന് പറയുമ്പോൾ ബേക്കറി ഐറ്റംസിന്റെ. അപ്പോൾ എല്ലാം ബോർമേഡ് അതല്ലേ? ഓക്കെ. ബിന്ദു ചേച്ചി? രണ്ടുപേര്. രണ്ടുപേര് സുഖം സ്വസ്ഥം. ചെറുമക്കളൊക്കെ അമ്മമ്മയില്ലേ? അപ്പൊ എന്തെന്ന് വിളിക്കും? ബിന്ദു അമ്മമ്മ എന്ന് വിളിക്കുവോ? അമ്മാമ്മയെന്ന് വിളിക്കുന്നു. ചില പേരുകൾ വലിയ പ്രശ്നമാണ് പ്രായമായി വരുമ്പോഴേ. ബിന്ദു അമ്മാമ്മ. ശരി. അപ്പൊ ചേട്ടൻ്റെ പേര്? ലാൽമോഹൻ. ചേട്ടൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞേ വീട്ടിലെത്തുള്ളേ. ഒന്ന് ക്ഷമിക്കണം, ഞാൻ ഇത്തിരി താമസിച്ചു. അതുകൊണ്ട് ഞാൻ നേരിട്ട് ചേട്ടൻ്റെ സമാധാനം പറയണം കേട്ടോ. അവിടെ ചെന്ന് പറഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ എന്നെ അനുഭവിക്കണമല്ലോ. അത് വേറെ ഒരു നിവർത്തി. അതേ നിവർത്തിയുള്ളൂ. അയ്യോ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നിൽ കൂടുതൽ ആളുകളെ വിളിച്ചിരുത്തി എങ്ങനെ കൊതിയെന്ന് പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പറയേച്ചി, മിനി ചേച്ചി എന്താണ് ഉണ്ടാക്കണേന്ന് പറ. ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നു. ഞണ്ട് റോസ്റ്റ്. അതിന് ആദ്യമേ എണ്ണ ഒഴിക്കണം. എണ്ണ എടുക്കണം. എണ്ണ നോക്കിക്കോളണേ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവണം. എണ്ണ ചൂടാവണ സമയത്ത് മിനി ചേച്ചിയുടെയും ബിന്ദു ചേച്ചിയുടെയും ഒരു പാട്ട് ഇപ്പൊ നോക്കിയോ. ഭയങ്കര ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ നമ്മുടെ ഓണറുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദ കൂടെയാണ് അദ്ദേഹം. അദ്ദേഹം വേറെ ഇത്തിരി ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ മോലാളിയുടെ പേര് നിങ്ങൾ തന്നെ പറ. എനിക്ക് ഗിരീഷ് എന്ന് പറയുന്ന ഗിരീഷ് ഏട്ടൻ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഗിരീഷ് ഏട്ടൻ എപ്പോഴും പറയും ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയും ബിന്ദു ഇവിടെ ഉള്ളതാണ്. അടുക്കളയിൽ നമ്മൾ അങ്ങോട്ട് പോയില്ല, ഇല്ല അപ്പുറത്താണ് അടുക്കള. ഏട്ടാ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചാണ് ബോബി ഉള്ള ഇതിൽ കാണിട്ട് ബോബി. അതാണ് അടുക്കള. ആ അടുക്കളയുടെ ഫ്രണ്ടിൽ ഗിരീഷ് ഏട്ടൻ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. മിനിയും ബിന്ദുവും ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം. കടുകിട്ട് പക്ഷേ എണ്ണ ചൂടായില്ല. ഇവർ പോകാനുള്ള ഭയങ്കര വ്യാപലാതിയിലും തത്രപ്പാടിലും ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ഇനിയിപ്പോൾ ഏതാണ് ഇടാനുള്ള? വറ്റൽമുളക് കട്ട് ചെയ്തിടണം അല്ലേ? മതി. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു. അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിച്ചത്. ഓക്കെ. അടുത്ത് തക്കാളി. അടുത്ത് പച്ചമുളക് വരട്ടെ. പച്ചമുളക്. ഇനി ഇത് വഴണ്ടി വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടി വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഓണർ ഗിരീഷ് ഏട്ടൻ പറഞ്ഞ് ഇവർ അടുക്കളയിൽ നല്ല പാട്ടാണെന്ന്. രണ്ടുപേരും പാടിക്കുക. ദാഹം പൂന്തേനരുവി. മിനി ചേച്ചി എന്തായിരുന്നു പറഞ്ഞത്? എന്താ പാടിയത്? എന്താണ് പൂ? എന്താണ് പാടി? ഒന്നുകൂടെ പാടി. മിനി ചേച്ചി മാത്രം പാടട്ടെ. എന്താ നോക്കിയോ? പൂഞ്ചേലരുവി അല്ല, പൂന്തേനരുവി. ഇത്രയും വെള്ളം കിടന്നിട്ട് പൂഞ്ചേലരുവി. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി. പക്ഷെ എന്തായിരുന്നാലും പാട്ട് ഒരു രക്ഷയില്ല. ചുമ്മാ അല്ല ഇവിടെ കച്ചവടം പറയണത്. അപ്പോൾ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പൊടി ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നേരത്തെ ഇടി 2 സ്പൂൺ മുളക് പൊടി.
ആ ഇനി കുരുമുളക് പൊടി 1 സ്പൂൺ. അടുത്ത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി. അയ്യോ ആ മുളക് ഇതല്ലേ കാശ്മീരി ചില്ലി അല്ലേ? മസാല ഇപ്പോഴാണോ? ഇച്ചിരി മസാല. അപ്പോൾ സവാള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ വഴറ്റി പേസ്റ്റ് അടിച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലേ? ചെറിയ ഉള്ളി, സവാള, മഞ്ഞപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ പച്ചമുളക്. ഓ ഹോ 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 അത് വഴറ്റിയതാണ്. നമ്മുടെ ഗ്രേവി തിക്കായി. ഇനി വെള്ളം ഒഴിക്കുക വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കും. ഇതാ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കും അല്ലേ? അതിന് ഞണ്ടിൽ തന്നെ വെള്ളം ഉണ്ട്. ആ ഞണ്ടിൽ വെള്ളം ഇറങ്ങും. അവിടുത്തെ ഞണ്ട് അഷ്ടമുടിക്കായല്ല ഞണ്ട്. നമ്മൾ അതിലേക്ക് ഞണ്ടിടും. ഓ ഇനി ഈ ഗ്രേവിയിൽ ഈ ഞണ്ട് ഇങ്ങനെ കിടക്കണം. ഈ ഗ്രേവി ഉപ്പൊക്കെ നോക്കിയില്ല, നോക്കേണ്ട കാര്യമില്ല. കാര്യം അവർ കിടിലങ്ങളാണ്. ഇതാ ഇനി ഇതിൽ കിടന്ന് ഒന്ന് ഗുള ആവിടാം. ഓക്കെ ഇനി ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? അടച്ചു വെക്കുന്നതിന് മുമ്പേ അടച്ചു വെച്ച് വേവിക്കണ ആ ഗ്യാപ്പിൽ മോക്ക് വേണ്ടി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞല്ലേ? പാടുവോ? പാടും എന്നാണ് പറഞ്ഞത്. അതാണ് ബിന്ദു ചേച്ചി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ സാധനം നല്ല രീതിയിലൊന്ന് വെട്ടി തിളച്ച് വരുന്ന അടച്ചു വയ്ക്കാം. മല്ലിയില പുതിയ ലാസ്റ്റ് ആണോ അല്ലയോ? അടയ്ക്കല്ല, ഇതാ അടച്ചു. ഇനി ഏത് മോക്ക് വേണ്ടിയാണ് പാടണേ? കൊച്ചുയുടെ പേര് ജാനിയും ധ്യാനും. കൊച്ചുമേക്ക് വേണ്ടി ബിന്ദു അമ്മാമ ഒരു പാട്ട് പാടും. തുടങ്ങിക്കോളി. എടുക്കല്ല. മല്ലിയില, കറിവേപ്പില അതിൻ്റെ മണ്ടയിൽ. അയ്യാ ഓ ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അല്ലേ? ഇത്തിരി പച്ച വെളിച്ചെണ്ണ. മതി. സംഭവം റെഡിയായി, ജോറായി ഇതാ ഇരിപ്പുണ്ട്. ഇനി ഇതിൽ ഒന്ന് കിടന്ന് ലാസ്റ്റിൽ മേമ്പൊടിക്ക് ഉലുവാപ്പൊടി. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഈ എസ് വളവ് മൺട്രോത്തുരുത്ത് ഷാപ്പിലെ പാചക വിദഗ്ധരെന്ന് പറഞ്ഞ മിനി ചേച്ചി, ബിന്ദു ചേച്ചി. എന്തായിരുന്നാലും വളരെ സന്തോഷം. വീട്ടിൽ പോയിട്ടായിരുന്നാലും ഞാൻ വിളിച്ചപ്പോൾ തിരിച്ചു വന്ന് നമുക്ക് ഞണ്ടുണ്ടാക്കി തന്നതിൽ വീണ്ടും പറയുന്നു. ചേട്ടൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങനെയാണ് ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇങ്ങനെ അത് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവൂലേ? ആ പറഞ്ഞാൽ ഒക്കെ ഇനി ഉള്ളത് അവർ അനുഭവിക്കട്ടല്ല. അതിനെ പറ്റി സംഭവം ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വിളമ്പിയാതിയല്ല. അങ്ങനെ നമ്മുടെ ചങ്കുകളെ, സൗഹൃദങ്ങളെ, നമ്മുടെ മൺട്രോത്തുരുത്ത് കൊല്ലം എസ് വളവിലെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. രാത്രിയായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ 6 മണിയാകുമ്പോൾ എല്ലാവരും അങ്ങ് കയറും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സെയിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരും വരില്ല. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഭയങ്കര തിരക്ക്. പിന്നെ തലക്കറിയുണ്ട്, ബാക്കിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൈ തന്നെ 7, 8 ഐറ്റംസ് ഉണ്ട്. കാര്യം ആ ഐറ്റങ്ങളെല്ലാം തീർന്നു. ഞാൻ വളരെ സർപ്രൈസ് ആയിട്ടാണ് ഗിരീഷ് ഏട്ടനെ വിളിച്ചിട്ട് ടക്കന ഞാൻ അതാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കുളിയൊക്കെ കുളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉടുപ്പും ഇതെല്ലാം കൂടെ കല്ലട ആറ്റിലായി ഇപ്പോൾ ഉണങ്ങി കാണും. അതുകൊണ്ടാണ് ഈ ഷേപ്പിലിരിക്കുന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായിരുന്നാലും നമ്മളിത് ഷൂട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മുടെ ബിന്ദു ചേച്ചിയുടെയും നമ്മുടെ മിനി ചേച്ചിയുടെയും ഞണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പ് പെട്ടെന്ന് ഒറ്റ ഓട്ടോടി ഇതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോയി. ഇവിടെ നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ് പന്നി. ഇതാണ്ട പന്നി, നല്ല ഉഗ്ര പന്നിയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ
കക്ക ഇവിടുത്തെ കക്കയാണ് കേട്ടോ, ഈ കായലിലെ കക്കയാണ്. ഒരു ഉഗ്ര സാധനം. അതായത് കക്കയും അതുപോലെ തന്നെ നമ്മുടെ അതിൽ ചെറിയ തേങ്ങാക്കൊത്ത് ഉൾപ്പെടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനം തിലോപ്പിയ നമ്മുടെ അഷ്ടമുടി കായലിലുള്ളതാണ്. കുടംപുളി ഇട്ട് വറ്റിച്ചല്ല, കുടംപുളി ഇട്ട് വച്ചൊരു സാധനമാണ്. നല്ല ടേസ്റ്റാണ്. ഞാനിത് വന്നപ്പം ഒരു പീസ് കഴിച്ചുകൊണ്ടാണ് ഇനിയിപ്പം ഇത് കഴിക്കാൻ വേണ്ടി മുതിരാത്തത്. ഇതാ ഉഗ്ര സാധനമാണ്. നല്ല കുടംപുളി ഇട്ട് റെഡിയാക്കി വച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഇത് വച്ചപ്പോൾ ഒരു പീസ് കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടാ. ഇതാ നാടൻ കോഴി, നല്ല എല്ലുള്ള ഇത്ര പീസ. കൊഞ്ച് ഫ്രൈയേ എല്ലാം ഞാൻ തന്നെ കഴിക്കണല്ലോ. ഇതാ കരിമീൻ, ഇതാ താറാവ്, നല്ല നാടൻ താറാവ്, കുരുമുളക് ഇട്ട് വെച്ച നല്ല ഉക്കര നാടൻ താറാവ്. പിന്നെ ഇവിടെ നാടൻ താറാവ് കിട്ടും കേട്ടോ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പോത്ത് റോസ്റ്റ് ഒരെണ്ണം. അപ്പോൾ നമ്മുടെ എസ് വളവിലെ മൺറോത്തുരുത്ത് എസ് വളവിലെ നമ്മുടെ റെസ്റ്റോറൻറ്റിലെ ഷാപ്പിലെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് 2 ചേച്ചിമാർ നമുക്ക് ചെയ്തെന്ന ഞണ്ട് കപ്പ ഇരിക്കട്ടെ. കപ്പയുടെ പുറത്ത് നോക്കട്ടെ. ഗ്രേവി രക്ഷയില്ലാത്ത ഗ്രേവി, നല്ല ആവി പറക്കുന്ന ഞണ്ടാണ്. കപ്പയുടെ പുറത്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ സാധനം ഞാൻ തിന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഡിസോർഡർ ആയിപ്പോവും. എന്ന് പറഞ്ഞാൽ ഇത്തിരി മാറി നിന്ന് ഇത്തിരി ജോലി ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് ഞാൻ പിന്നീട് കഴിച്ചോളാം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ പറയണേ. കഴിഞ്ഞതിന് ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു, നല്ലത്. പിന്നെ തിരുത്താനുള്ളതെല്ലാം ഞാൻ തിരുത്തേ. അപ്പോൾ എന്തായിരുന്നാലും നല്ല കപ്പയും നമ്മുടെ ഇവിടുത്തെ എസ് വളവിലെ മൺറോത്തുരുത്തിലെ നല്ല ഞണ്ട് റോസ്റ്റും ഇത് അതേപടി ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ കാണാം.